ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ അമേരിക്ക കരാർ യാഥാർത്ഥ്യമായാലും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇനി ഇറാൻ ആണവായുധം നിർമ്മിക്കുമോ? കാരണം ഏകദേശം 1/2 ടണ്ണോളം വരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമാണ് ഇറാന്റെ പക്കലുള്ളത്. യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലേക്കുള്ള തുരങ്കങ്ങൾ മനഃപൂർവ്വം തകർക്കുകയും പ്രവേശന കവാടങ്ങളിൽ സ്ഫോടന വസ്തുക്കൾ സ്ഥാപിക്കുകയും ചെയ്താണ് ഇറാൻ ഇവിടെ പ്രതിരോധം തീർത്തിരിക്കുന്നത്. ഈ പ്രതിരോധ മാർഗങ്ങൾ കടന്ന് അവ പുറത്തെടുക്കുക അമേരിക്കയ്ക്ക് പോലും അസാധ്യമാണ് എന്നാണ് കരുതപ്പെടുന്നത്. തങ്ങളുടെ കൈവശം ആണവായുധമില്ല എന്നും ആണവായുധം നിർമ്മിക്കാൻ പദ്ധതിയില്ല എന്നും ഇറാൻ ആവർത്തിച്ച് ആണയിടുമ്പോഴും ഇത്തരം നീക്കങ്ങൾ യുറേനിയം വിട്ടുകൊടുക്കാതിരിക്കാനുള്ള തന്ത്രമായും ഭാവിയിൽ ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള ആസൂത്രണമായും കരുതുന്നുണ്ട് അന്താരാഷ്ട്ര വിദഗ്ധർ. ഇതൊക്കെ കൊണ്ടായിരിക്കുമോ ഇറാനും ഇപ്പോൾ കരാർ ഒപ്പിടാൻ സമ്മതിച്ചത്? ഒരു ചോദ്യം അങ്ങോട്ട് തിരിച്ച് ചോദിക്കട്ടെ. എന്തിനാണ് ഒരു രാജ്യം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത്? സിമ്പിൾ ഉത്തരമേ ഉള്ളൂ. അതിൻ്റെ സെക്യൂരിറ്റി പെർസെപ്ഷൻ, സുരക്ഷാ ഭീഷണി, അതിൻ്റെ പെർസെപ്ഷൻ, ഒരു ധാരണയാണ്. തങ്ങളുടെ രാജ്യം സുരക്ഷിതമല്ല, മറ്റൊരു രാജ്യത്താൽ ആക്രമണ വിധേയമാവാം. അങ്ങനെയെങ്കിൽ സ്വയം പ്രതിരോധത്തിന് അല്ലെങ്കിൽ ഡിറ്ററൻറ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ശത്രു ആക്രമിക്കാതിരിക്കുന്നതിനുള്ള ഒരു പ്രതിരോധ നടപടി, മുൻകരുതൽ എന്ന നിലയിൽ ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ നന്ന്. ഇതാണ് ഏത് രാജ്യത്തിൻ്റെയും, പ്രത്യേകിച്ച് ഇറാൻ്റെ ആണവ പദ്ധതിക്ക് പിന്നിൽ. പക്ഷേ അത് ഔപചാരികമായി ഇറാൻ ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല. തങ്ങൾ ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നു എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഇറാൻ്റെ അയത്തുള്ളയായിരുന്ന അലി ഖമനി മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഹറാമാണ്, ആണവായുധങ്ങൾ അനിസ്ലാമികമാണ്, അത് ഹറാമാണ്, തങ്ങളത് ഉണ്ടാക്കില്ല എന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോഴും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തുറന്നിടുന്നു. ഉണ്ടാക്കുന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷെ വേണ്ടി വന്നാൽ അതുണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ കയ്യിലുണ്ടാവണം. നമ്മളൊരു അധ്യാപകൻ ക്ലാസ്സിൽ ഇപ്പോൾ വടിയുമായിട്ടൊന്നും പോകാറില്ല, അല്ലെങ്കിൽ വടിയുമായിട്ട് പോകുന്നുവെന്ന് കരുതുക, സങ്കല്പിക്കുക. അതാരെയും തല്ലാനല്ല, ഒരുപക്ഷെ ക്ലാസ്സിനുള്ളിൽ ആരെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നു എങ്കിൽ അതിനുള്ള ഒരു വടി കയ്യിലുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു സ്വല്പം സമാധാനം കിട്ടും, ക്ലാസ്സിൽ സ്വല്പം ശാന്തതയുണ്ടാകും എന്ന ഒരു ചിന്തയാണ്. മനുഷ്യൻ പട്ടിയെ വളർത്തുന്നതും എന്തിനാണ്? സ്നേഹിക്കാൻ വളർത്തുന്നവരുണ്ട്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റാരും തങ്ങളുടെ പറമ്പിൽ, തങ്ങളുടെ പുരയിടത്തിൽ, വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാതിരിക്കാനുള്ള ഒരു സുരക്ഷാ കവചം എന്ന നിലയിലാണ്, ആരെയും ആക്രമിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നായയെ വളർത്തുന്നത് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ആണവായുധങ്ങൾ. ഒരു കരുതൽ എന്നതാണ്. ആ കരുതൽ എന്നത് നിർമ്മിച്ചു വെക്കണമെന്നില്ല, അതിനുള്ള സാങ്കേതികവിദ്യ കൈവശപ്പെടുത്താൻ പരീക്ഷണങ്ങൾ നടത്തണമല്ലോ. അത് യുറേനിയം സമ്പുഷ്ടീകരിക്കണമല്ലോ. സമ്പുഷ്ടീകരിച്ച് പരീക്ഷിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അറിയൂ. അതുകൊണ്ട് അവർ 60% സമ്പുഷ്ടീകരിച്ച ഏതാണ്ട് 450 കിലോഗ്രാം, അത് 1/2 ടണ്ണോളം ആണവ സമ്പുഷ്ടീകരിച്ച ഇന്ധനം ഉണ്ട്. അത് എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ്റെ കൈവശമുണ്ട്. ഈ യുറേനിയം ഒരു വലിയ കീറാമുട്ടിയായി മാറുമോ എന്നതാണല്ലോ ചോദ്യം. ആകാം. അടുത്ത 60 ദിവസത്തിനുള്ളിൽ തീരുമാനമാകേണ്ട വിഷയമാണ്. ഇതെങ്ങോട്ടാണ് മാറ്റേണ്ടത്? ഇതിനെന്ത് സംഭവിക്കും? ഇനി ആണവ പദ്ധതിക്ക് എന്ത് സംഭവിക്കും? അത് ആണവ പദ്ധതി എന്ന് പറയുമ്പോൾ അതിനെ ഈ ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള പദ്ധതി എന്ന് മാത്രമായി ചുരുക്കി കാണേണ്ടതില്ല. ആണവ പദ്ധതി എന്നത് ഇന്ധനം ആയി, ഇപ്പോൾ പെട്രോൾ മാത്രമല്ല, അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ ബേസ്ഡ് മാത്രമല്ല, എനർജി ഉത്പാദിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് ഭാഗികമായിട്ടെങ്കിലും ആണവ നിലയങ്ങൾ അല്ലേ ഉപയോഗിക്കുന്നു. നമ്മുടെ കൽപ്പാക്കം ആണവ നിലയം ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളിൽ വിദ്യുച്ഛക്തി ഉത്പാദനത്തിന് വേണ്ടി ഉള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിന് യുറേനിയം വേണമല്ലോ. അപ്പോൾ അതിന് ഇറാന് അവകാശമുണ്ട്. ഇന്ധനം ഉപയോഗിക്കാൻ അവകാശമില്ലേ? ഊർജ ഇൻഡസ്ട്രി റൺ ചെയ്യണ്ടേ? അപ്പം ക്രിട്ടിക്സ് പറയുന്നത്, നിങ്ങൾക്ക് തെർമൽ പ്ലാന്റുകൾ മതിയല്ലോ, നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണയുണ്ടല്ലോ, ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഡീസലും പെട്രോളും മാത്രം മതിയല്ലോ ഈ ഇന്ധനമായി. എന്തിന് നിങ്ങൾ ആണവത്തിൻ്റെ പുറകെ പോകുന്ന? അത് ഉത്തരം പറയേണ്ടത് ഇറാനാണ്. അതുകൊണ്ട് ഈ ഇറാൻ്റെ ആണവ പദ്ധതി, എൻ്റെ ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുകയാണ്, ഒരിക്കലും നിർത്തി വെച്ചുകൊണ്ട് അമേരിക്കയുടെ മുന്നിൽ ഒരു കരാറിൽ ഏർപ്പെട്ടാൽ ഇറാൻ അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ചെയ്യില്ല എന്നാണ് പൊതുവെ ഉള്ള നിഗമനം. ഇറാനിയൻ ഭരണകൂടത്തിന് മാപ്പ് കൊടുക്കില്ല. തങ്ങൾ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് ഒരിക്കലും ഇറാൻ പറയാൻ സാധ്യതയില്ല. അന്തിമ കരാറിലും അങ്ങനെ പറയാൻ സാധ്യതയില്ല. താൽക്കാലിക കരാറിൽ ഒരുപക്ഷെ ഉണ്ടാകും. റെസ്പോൺസിബിൾ യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജി, വളരെ ഭംഗിയായ വാക്കുകളിൽ കരാർ എഴുതി ഉണ്ടാക്കും.
റെസ്പോൺസിബിൾ, അതൊരു സബ്ജക്റ്റീവ് വാക്കാണ്. ഹൗ റെസ്പോൺസിബിൾ, എത്രത്തോളം റെസ്പോൺസിബിൾ ആണ് അല്ലേ? ഔചിത്യത്തോടു കൂടി സമാധാനപരമായ ആവശ്യത്തിന്, ആറ്റം ഫോർ പീസ് എന്നൊക്കെ നമ്മൾ ഇന്ത്യ പറഞ്ഞിരുന്നത് പോലെ, സമാധാനപരമായ ഊർജ ഉത്പാദനത്തിന് വേണ്ടി ആറ്റം ഉപയോഗിക്കും, ആണവ വിദ്യ ഉപയോഗിക്കും എന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒതുക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആണവ നിലയങ്ങൾ ഇനി സമ്പുഷ്ടീകരിച്ച യുറേനിയം അല്ലെങ്കിൽ 60% 90% ഒക്കെ സമ്പുഷ്ടീകരിക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ സാധിക്കും. മോണിറ്ററിങ്ങിലൂടെ, ചില ധാരണകളിലൂടെ സാധിക്കും. പിന്നെ ശക്തമായ സർവൈലൻസ് സംവിധാനമുണ്ട്. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമൊക്കെ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളില്ലേ? നാൾക്കുനാൾ അത് കൂടി വരികയല്ലേ? അതൊക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇറാനൊരു പ്രതിരോധം എന്ന നിലയിൽ ഇപ്പോൾ ഇത് വെച്ചിട്ടാണല്ലോ വില പേശുന്നത്. അപ്പം സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശമുണ്ട്. 400-450 കിലോഗ്രാം യുറേനിയം ഉള്ളത് കൊണ്ട് അത് ബലം പ്രയോഗിച്ച്, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പും ട്രംപ് പറഞ്ഞു, ധാരണയിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, ആണവ ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആ യുറേനിയം തങ്ങൾ പിടിച്ചെടുത്ത് കൊണ്ടുപോകും. ഇതൊക്കെ വമ്പ് പറച്ചിലല്ലേ? ഇതൊക്കെ അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ? ഇത് വെറും വീമ്പ് പറച്ചിൽ മാത്രമാണ്. കാരണം ഈ ഭൂഗർഭ അറകളിൽ ഒരുപാട് ഉള്ളിൽ ആ ഇന്ധനം, ഇപ്പം സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിരവധി തവണ ബോംബ് ചെയ്തു ആണവ നിലയങ്ങൾ. ഇസ്ഫഹാനിലെ, നഥാൻസിലെ, ഫർദോയിലെ ഒക്കെയുള്ള ആണവ നിലയങ്ങൾ അമേരിക്ക ബോംബ് ചെയ്തു, ഇസ്രായേൽ ബോംബ് ചെയ്തു. എന്നിട്ടും അവിടെ നാശനഷ്ടങ്ങളുണ്ടായി. അതിൻ്റെ ഗുഹാമുഖത്ത് ഒരുപക്ഷെ നാശനഷ്ടങ്ങളുണ്ടായി. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ ഈ ആണവ ശേഖരം ഇപ്പോഴും സുരക്ഷിതമാണ്, ഇൻടാക്റ്റ് ആണെന്ന് പറയുമ്പോൾ അത് സുരക്ഷിതമായി വയ്ക്കാൻ, ഒളിപ്പിച്ചു വയ്ക്കാൻ, ആഴത്തിൽ അത് സുരക്ഷിതമായി വയ്ക്കാൻ ഇറാന് അറിയാം. അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട് ഇറാന് എന്ന് വേണം കരുതാൻ. അത് ആർക്കും ബലപ്രയോഗത്തിലൂടെ പുറത്തെടുക്കാനാവാത്ത ഒരു കരയുദ്ധത്തിലൂടെ അല്ലാതെ. കുറേ അമേരിക്കൻ കമാൻഡോകൾ, എന്തെല്ലാം കഥകൾ നമ്മൾ കേട്ടു. കുറേ അമേരിക്കൻ കമാൻഡോകൾ ഇങ്ങനെ ഈ ഹെലികോപ്റ്ററുകൾ എത്തുന്നു, ഇതിന് ആണവ ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതിൻ്റെ ഗുഹാമുഖത്തെത്തുന്നു, ആ ഗുഹ കല്ല് മാറ്റി അകത്ത് കയറുന്നു, അത് ചാക്കുകെട്ടാക്കി മുതുകത്ത് ചുമന്ന് കൊണ്ടുപോകാവുന്ന സാധനമല്ലത്. അങ്ങനെയല്ല ആണവ ഇന്ധനം സ്റ്റോർ ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക. അത്ര ലളിതമല്ലത്. അതുകൊണ്ട് ആർക്കും ഫിസിക്കലി മൂവ് ചെയ്യാനാവില്ല. ഇറാൻ്റെ അനുവാദമില്ലാതെ, അംഗീകാരമില്ലാതെ, സമ്മതമില്ലാതെ, ഇറാനിയൻ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഘടനകളുടെ ഒരു അനുവാദമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഇറാനെ പ്രേരിപ്പിക്കുക. ഇത് നിർവീര്യമാക്കാൻ കഴിയും. ഒരിക്കൽ സമ്പുഷ്ടീകരിച്ച കാര്യത്തെ ഭാഗികമായി നിർവീര്യമാക്കാൻ കഴിയും. അത് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയും. അത് ഇറാൻ്റെ സമ്പത്ത് തന്നെയാണ്. അത് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ കഴിയുമായിരിക്കാം. അല്ല എങ്കിൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി, അതിനി ലോകത്തിന് വിപത്തുണ്ടാകുന്നില്ല എന്നതിൻ്റെ ഒരു സിംബോളിക് സൂചനയായി അയൽ രാജ്യത്തേക്ക്, റഷ്യയിലേക്കോ ചൈനയിലേക്കോ മാറ്റാൻ എന്തുകൊണ്ട് വിസമ്മതം? ഒരുപക്ഷെ ഇറാൻ അംഗീകരിച്ചേക്കാം. അപ്പോൾ അവിടെ ഇറാൻ, അപ്പോൾ ഇതൊക്കെയുണ്ട്. ഒരു യുദ്ധത്തിലും പൂർണ്ണ വിജയമോ പൂർണ്ണ പരാജയമോ ആർക്കും ഉണ്ടാകുന്നില്ല. ഇതൊക്കെ സമനിലയല്ലേ? ഇറാൻ്റെ ആണവ കാര്യങ്ങളിൽ സംയമനം പാലിക്കണമെന്ന് ഇറാൻ തീരുമാനിക്കുന്നു. ഇമ്മീഡിയറ്റ് ആണവ വിപത്ത് അല്ലെങ്കിൽ ഭീഷണി ഇറാനിൽ നിന്നുണ്ട് എന്ന് ഇസ്രായേൽ കരുതുന്ന ഭീഷണി ഒഴിവാകുന്നു. രണ്ടു കൂട്ടർക്കും സന്തോഷം. അവിടെയാണ് ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ. ഒരു കരാറിലൂടെ വേണ്ടത് പൂർണ്ണമായി ഒരു വിഭാഗത്തിൻ്റെ വിജയമല്ല, മറിച്ച് ഇറ്റ് ഷുഡ് ബി എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇറാൻ. ആ രീതിയിൽ വളരെ റെസ്പോൺസിബിളായി ആണവ വിഷയം കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ ഇല്ല, ഈ കരാറിൽ കാര്യമായ ആണവ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ച ഒപ്പിടാൻ പോകുന്ന കരാറിൽ, അന്തിമ കരാറിൽ ഈ കാര്യങ്ങൾ തലനാരിഴ കീറി പരിശോധിക്കപ്പെടും എന്നുകൂടി മനസ്സിലാക്കുന്നു. ഓക്കെ, എന്തായാലും സാർ പറഞ്ഞ കാര്യത്തോടൊപ്പം ചേർത്ത് വെച്ച് മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് ചില രഹസ്യ കേന്ദ്രങ്ങളിലാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമമായ CNN പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഈ കേന്ദ്രത്തിലേക്കുള്ള തുരങ്കങ്ങൾ മനഃപൂർവ്വം തകർക്കുകയും പ്രവേശന കവാടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. യുറേനിയം സംഭരണ കേന്ദ്രങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നും US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു നീക്കം അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്നതാണ് എന്നാണ് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. തങ്ങളുടെ കൈവശം ആണവായുധമില്ല എന്നും ആണവായുധം നിർമ്മിക്കാൻ പദ്ധതിയില്ല എന്നും ഇറാൻ ആവർത്തിച്ച് ആണയിടുമ്പോൾ തന്നെയാണ് ഇത്തരമൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏകദേശം 1/2 ടണ്ണോളം വരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമാണ് ഇറാന്റെ പക്കലുള്ളത്. കഴിഞ്ഞ മാസം യുറേനിയം പിടിച്ചെടുക്കാനുള്ള ഒരു ദൗത്യം അമേരിക്ക ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ അതുണ്ടാക്കുന്ന അപകട സാധ്യത കണക്കിലെടുത്ത് ഒടുവിൽ ദൗത്യത്തിൽ നിന്ന് US സൈന്യം പിന്മാറുകയും ചെയ്തതാണ്.
ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്താൽ പോലും അത് നടപ്പിലാക്കുക എന്നത് ഒരു മാസം മുൻപത്തേക്കാളും 10 മടങ്ങ് അപകടകരവും ദുഷ്കരവുമാണ് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അന്ന് ട്രംപും US സൈന്യവും യുറേനിയം പിടിച്ചെടുക്കാനുള്ള ദൗത്യം ആസൂത്രണം ചെയ്യുകയും യുറേനിയം പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തതുമാണ്. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ താവളങ്ങൾ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാൻ തുടങ്ങിയത് എന്ന് കരുതപ്പെടുന്നുമുണ്ട്. ഇറാന് പുറത്തേക്ക് യുറേനിയം മാറ്റണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതിന്റെ പ്രധാന ഉദ്ദേശം ഇറാനെ കൊണ്ട് തന്നെ യുറേനിയം അമേരിക്കയെ ഏൽപ്പിക്കുക എന്നതായിരുന്നു. പക്ഷേ ഇതിന് തയ്യാറല്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. പുറത്തേക്ക് മാറ്റിയാലും ഒരു മൂന്നാം രാജ്യത്തെ ഏൽപ്പിക്കാമെന്നും അത് റഷ്യ ആയിരിക്കുമെന്നും ഇറാൻ സൂചനയും നൽകിയിട്ടുണ്ട്. അതുപ്രകാരം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റാൻ തയ്യാറായാലും യുറേനിയം പുറത്തെടുക്കുന്ന സമയത്ത് ശക്തമായ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ കാരണം പൂർണ്ണമായും പുറത്തെടുക്കാൻ സാധിക്കില്ല എന്ന് ഇറാൻ അവകാശപ്പെടുമെന്ന ആശങ്ക അന്താരാഷ്ട്ര വിദഗ്ധരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ച് ഭാവിയിൽ ഉപയോഗിക്കാനായി ഒരു ഭാഗം രഹസ്യമായി മാറ്റിവെക്കാൻ ഇറാന് സാധിച്ചേക്കുമെന്ന് അമേരിക്കയും ഭയപ്പെടുന്നുണ്ട്. തുരങ്കങ്ങൾ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ യുറേനിയം പുറത്തെടുക്കാൻ വലിയ ഖനന ഉപകരണങ്ങളും മൈനുകളും നീക്കം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. ഇതിനായി ടെന്നസിയിലെ ഓക്ക് റിഡ്ജ് നാഷണൽ ലബോറട്ടറിയിൽ നിന്നുള്ള അത്യാധുനിക സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ നടപടികൾ പൂർത്തിയാക്കാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചന. മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിലെ തകർന്ന തുരങ്കങ്ങളിലാണ് യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും ഉള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഈ യുറേനിയം ശേഖരത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്.